ഹലോ, ഇന്ന് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കണ്ടാലോ. അതിനായിട്ട് ഇതാ 1 മണിക്കൂർ കുതിർത്തെടുത്ത ചെറുപയർ പരിപ്പ് നന്നായിട്ട് കഴുകി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെറുപയർ പരിപ്പ് മുഴുവനായി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇനി വേണ്ടത് 1 കപ്പ് റവയാണ്. അങ്ങനെ റവ കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു സബോള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളി ആണെങ്കിലും മതി. ഇനി ഒരു കഷ്ണം ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അല്പം ചെറുജീരകവും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 1.5 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. അങ്ങനെ ഇതാ തരിയില്ലാതെ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് അല്പം കട്ടിയാണ്. ഇനി അതിലേക്ക് അല്പം കൂടെ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇത് ഈ ഒരു കട്ടിയിലാണ് മാവ് വേണ്ടത്. അങ്ങനെ മാവൊക്കെ റെഡിയാക്കി എടുത്തതിന് ശേഷം ഒരു ദോശക്കല്ല് വെച്ച് അതിലേക്ക് അല്പം എണ്ണ തടവിയതിന് ശേഷം ഓരോ തവി മാവും ഇതുപോലെ ഒഴിച്ച് നല്ലപോലെ പരത്തി ചുട്ടെടുക്കുക. അരിയൊന്നും കുതിർക്കാതെ തന്നെ എളുപ്പത്തിൽ ചെറുപയർ പരിപ്പും റവയും ഉണ്ടെങ്കിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻറ്റ് റെസിപ്പിയാണ്. അങ്ങനെ ഇതാ ദോശ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് അല്പം നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇതാ അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ദോശ. കണ്ടില്ലേ? പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ്. ഇനി കോരിമാറ്റാം. ഇനി അതുപോലെ തന്നെ മുഴുവനും ചുട്ടെടുക്കുക. ഇതുപോലെ നൈസായിട്ട് ദോശക്കല്ലിൽ എണ്ണ തടവി പരത്തി കൊടുക്കുക. സ്കൂളുള്ള ദിവസങ്ങളിൽ എളുപ്പത്തിൽ രാവിലെ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ്. അങ്ങനെ ഇതാ ഫുള്ളും അതുപോലെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, അടിപൊളിയാണ് കഴിക്കാനും. അങ്ങനെ മുഴുവനും അതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ കൂട്ടാനായിട്ട് തക്കാളി ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഇതാ അല്പം ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത സബോള ചേർത്ത് കൊടുക്കുക. ഒരു തക്കാളി കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക മിക്സിയുടെ ജാറിലേക്ക് ഇട്ട്. അതിനുശേഷം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം അരച്ചെടുത്ത മിക്സ് കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുത്ത അടിപൊളി തക്കാളി ചട്നി തയ്യാറായിട്ടുണ്ട്. അങ്ങനെ ക്രിസ്പി ദോശയും തക്കാളി ചട്നിയും. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.